ഹലോ ഹായ് എല്ലാവർക്കും ലേനോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 11 ആയിരുന്നു. എന്നാൽ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫെബ്രുവരി 18 ആക്കിയിട്ടുണ്ട്. അതായത് സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെയും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെയും അപേക്ഷാ തീയതി ഫെബ്രുവരി 18 വരെ നീട്ടിയതായിട്ടാണ് UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അറിയിപ്പ് വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് ഫെബ്രുവരി 25 വരെ അപേക്ഷയിൽ തിരുത്തു വരുത്താനുള്ള അവസരവുമുണ്ട് കേട്ടോ. നേരത്തെ എപ്പോഴായിരുന്നു? ഫെബ്രുവരി 11 അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഫെബ്രുവരി 18 ആക്കിയിട്ടുണ്ട്. അപേക്ഷാ തീയതി നീട്ടാനുള്ള കാരണം UPSC വെളിപ്പെടുത്തിയിട്ടില്ല. പോർട്ടൽ വഴി അപേക്ഷ നൽകുന്നതിന് പ്രയാസങ്ങൾ നേരിട്ടതായിട്ട് ചില ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു. ചിലപ്പോൾ അതായിരിക്കാം അപേക്ഷാ തീയതി നീട്ടാനുള്ള കാരണം. IFS, IPS തുടങ്ങി 23 വിഭാഗങ്ങളിലായിട്ട് നിലവിലെ 979 ഒഴിവാണുള്ളത്. ഭിന്നശേഷിക്കാർക്ക് 38 ഒഴിവുണ്ട്. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം വരാം കേട്ടോ. മെയ് 25 പ്രിലിമിനറി പരീക്ഷ. പ്രിലിമിനറി എക്സാം എപ്പോഴാണ്? മെയ് 25. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം വേണം. അവസാന വർഷ വിദ്യാർത്ഥികളെയും പരിഗണിക്കും കേട്ടോ. ഇവർ മെയിൻ പരീക്ഷയുടെ അപേക്ഷയ്ക്കൊപ്പം യോഗ്യത നേടിയതിന് തെളിവ് ഹാജരാക്കണം. മെഡിക്കൽ ബിരുദക്കാർ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കിയാൽ മതിയാവും. ബിരുദത്തിന് തുല്യമായ പ്രൊഫഷണൽ ടെക്നിക്കൽ യോഗ്യതയുള്ളവർക്കും പരീക്ഷ എഴുതാവുന്നതാണ്. 6 തവണ പ്രിലിമിനറി എഴുതിയവർ അപേക്ഷിക്കാൻ യോഗ്യരല്ല. 6 തവണ പ്രിലിമിനറി എക്സാം എഴുതിയവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. പട്ടിക വിഭാഗക്കാർക്ക് പരിധി ബാധകമല്ല കേട്ടോ. മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 9 അവസരമാണ് ലഭിക്കുന്നത്. ഇതിന്റെ പ്രായം എന്ന് പറയുന്നത് 2025 ഓഗസ്റ്റ് 1 21 32 വയസ്സിനും ഇടയിലായിരിക്കണം. പട്ടിക വിഭാഗത്തിന് 5ഉം OBCക്ക് 3ഉം ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും ഇളവുണ്ട്. വിമുക്ത ഭടന്മാർക്കും ഇളവുണ്ട് കേട്ടോ. ഇതിന് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? പ്രിലിമിനറി പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു. എപ്പോഴായിരുന്നു പ്രിലിംസ് എന്ന് പറഞ്ഞു? മെയ് 25 അല്ലേ? അത് ഒബ്ജക്റ്റീവ് ആയിരിക്കും. മെയിൻ പരീക്ഷകൾ, ഇന്റർവ്യൂ എന്നിവയാണ് ബാക്കി വരുന്നത്. അപ്പോൾ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. പ്രിലിമിനറി പരീക്ഷയ്ക്ക് കൊച്ചിയും തിരുവനന്തപുരം, കോഴിക്കോടും, മെയിൻ പരീക്ഷയ്ക്ക് തിരുവനന്തപുരവുമാണ് അവിടുത്തെ മെയിൻ സെന്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രിലിംസ് നടക്കുന്നത് ഒന്നില്ലെങ്കിൽ കൊച്ചിയിലായിരിക്കാം, തിരുവനന്തപുരം ആയിരിക്കാം, അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കാം. മെയിൻ പരീക്ഷ നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തായിരിക്കും. പരീക്ഷയുടെ രീതി എന്ന് പറയുന്നത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് 200 മാർക്ക് വീതമുള്ള 2 ജനറൽ പേപ്പറാണുള്ളത്. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. രണ്ടാം പേപ്പർ എന്ന് പറയുന്നത് ക്വാളിഫയിങ് പേപ്പറാണ്. ഇതിൽ 33% മാർക്ക് വേണം നേടേണ്ടത്. മെയിൻ പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് മാതൃകയിലാണ്. പരീക്ഷയിലെയും അഭിമുഖത്തിലെയും മാർക്ക് പരിഗണിച്ചാണ് അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓൺലൈനായിട്ടും SBI ശാഖകളിലും പണമടയ്ക്കാവുന്നതാണ്. സ്ത്രീകൾക്കും പട്ടികവർഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപേക്ഷിക്കേണ്ട വിധം www.upsconline.nic.in വഴി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സിലബസ്, പരീക്ഷാക്രമം ഉൾപ്പെടെ വിജ്ഞാപനത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ www.upsc.gov.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. പരീക്ഷാ രീതി എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. പ്രിലിമിനറി പരീക്ഷയ്ക്ക് എത്ര മാർക്കാണ്? 200 മാർക്ക് വീതമുള്ള 2 ജനറൽ പേപ്പറുകൾ അല്ലെ. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക. പ്രിലിംസിൽ എത്ര മണിക്കൂറാണ് ഡ്യൂറേഷൻ? 2 മണിക്കൂറാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ഉണ്ട്. രണ്ടാം പേപ്പർ എന്ന് പറയുന്നത് ക്വാളിഫയിങ് പേപ്പറാണ്. ഇതിൽ എത്ര ശതമാനം മാർക്കാണ് നേടേണ്ടത്? 33% മാർക്കാണ് നേടേണ്ടത്. മെയിൻ പരീക്ഷ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് അല്ല കേട്ടോ. അതെന്തായിരിക്കും? ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. പരീക്ഷയിലെയും അതുപോലെ തന്നെ അഭിമുഖത്തിലെയും മാർക്ക് പരിഗണിച്ചാണ് ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. പ്രിലിംസ് നടക്കാൻ പോകുന്നത് മെയ് 25, 2025 മെയിൻസ് 22 ഓഗസ്റ്റ് 2025 പ്രിലിമിനറി പരീക്ഷയ്ക്ക് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എന്ന 3 സെന്റേഴ്സ് ആണുള്ളത്. കൊച്ചിയും തിരുവനന്തപുരം, കോഴിക്കോട് അല്ലെ. മെയിൻ പരീക്ഷയ്ക്ക് തിരുവനന്തപുരമാണ്. സാലറി നമുക്കറിയാം, 56,100 തൊട്ട് 2,50,000 രൂപ വരെ സാലറി ഉണ്ട്. വാക്കൻസീസ് എന്ന് പറയുന്നത് 979 എലിജിബിലിറ്റി എന്താണ്? ഗ്രാജുവേഷൻ വേണം എന്നുള്ളതാണ്. എന്നാൽ അവസാന വർഷ വിദ്യാർത്ഥികളെയും പരീക്ഷയ്ക്ക് പരിഗണിക്കുന്നതാണ്. ഓക്കെ.
ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ലേണിംഗ് നോ ലേണിംഗ് മാറ്റേഴ്സ് ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എത്ര വാക്കൻസീസ് ഉണ്ട്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേണിംഗ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.